നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പുതിയ പദ്ധതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. PM വിശ്വകർമ്മ പദ്ധതി. അതെ. നമ്മുടെ കയ്യിലുള്ള സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ വെച്ച് ഇതിനെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. എന്താണിതിന്റെ പ്രയോജനം, ആർക്കൊക്കെയാണിത് കിട്ടുക എന്നൊക്കെ. തീർച്ചയായും. പ്രത്യേകിച്ച് നമ്മുടെ പരമ്പരാഗത കൈത്തൊഴിലാളികൾക്ക് ഇതൊരു പുതിയ വഴി തുറക്കുമോ എന്ന് നോക്കാം, അല്ലേ? അതെ, അതാണ് പ്രധാനം. ശരിക്കും പറഞ്ഞാൽ സ്വന്തം കൈകൊണ്ടും പിന്നെ പഴയ തരം ടൂൾസൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന കരകൗശലക്കാർ, തൊഴിലാളികൾ, അവരെയാണ് വിശ്വകർമ്മമാർ എന്ന് പറയുന്നത്. അവർക്കൊരു സഹായം. ഓക്കെ. പലപ്പോഴും ഇവര് അസംഘടിത മേഖലയിലല്ലേ. അപ്പൊ അവരുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ഒരു നിലവാരം കൂട്ടുക, വിപണി കണ്ടെത്തുക, അതാണ് ലക്ഷ്യം. വലിയ വിതരണ ശൃംഖലകളുമായി കണക്ട് ചെയ്യുക. ഇതിപ്പം ഏതൊക്കെ തരം തൊഴിലുകളാണിതിന്റെ പരിധിയിൽ വരുന്നത്? ഒരുപാട് വൈവിധ്യമാർന്ന കഴിവുകളുള്ളവരില്ലേ? ഉണ്ട്. ഒരു 18 തരം പരമ്പരാഗത തൊഴിലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മരപ്പണി, വള്ളമുണ്ടാക്കുന്നത്, പിന്നെ കൊല്ലപ്പണി, സ്വർണ്ണപ്പണി, മൺപാത്ര നിർമ്മാണം, കല്ലിൽ കൊത്തുപണി, ചെരുപ്പുകുത്തി, കൽപ്പണിക്കാർ, അങ്ങനൊരു ലിസ്റ്റുണ്ട്. പിന്നെ ഈ കൊട്ട, പായ, ചൂല് നെയ്ത്ത്, പാവയുണ്ടാക്കൽ, ബാർബർ, മാല കെട്ടുന്നവരെ, അലക്കുകാർ, തയ്യൽക്കാർ, മീൻവല ഉണ്ടാക്കുന്നവരെ. ഓ, വലിയൊരു ലിസ്റ്റ് തന്നെയാണല്ലോ. അതെ, ഇത് ചിലപ്പോൾ മാറിയേക്കാം ഭാവിയിൽ. പക്ഷെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കൈകഴിവുകൾക്ക് ഒരു അംഗീകാരം കൊടുക്കുന്നു എന്നതാണ്. അംഗീകാരം എന്ന് പറയുമ്പോൾ അതുകൂടാതെ എന്തൊക്കെ സഹായങ്ങളാണ് കിട്ടുക? ആദ്യത്തെ സ്റ്റെപ്പ് ഈ പറഞ്ഞ അംഗീകാരം തന്നെ. ഒരു PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ID കാർഡും കിട്ടും. ഇത് ഡിജിറ്റലായും അല്ലാതെയും ഉണ്ടാവും. ശരി. ഇതുണ്ടെങ്കിലേ ബാക്കി എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹതയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നൈപുണ്യ വികസനം, അതായത് സ്കിൽ ഡെവലപ്മെന്റ്. അപ്പോ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഇപ്പോഴുള്ള കഴിവുകൾ മെച്ചപ്പെടുത്താനും അവസരം കിട്ടും, അല്ലേ? അതെ. ആദ്യം ഒരു സ്കിൽ അസസ്മെന്റ് ഉണ്ടാകും. എന്നിട്ട് ഒരു 5 മുതൽ 7 ദിവസം വരെ ബേസിക് ട്രെയിനിങ്. ഓക്കെ. ഈ ട്രെയിനിങ് സമയത്ത് ദിവസവും 500 രൂപ സ്റ്റൈപ്പൻഡും കിട്ടും. താമസം, ഭക്ഷണമൊക്കെ സൗജന്യമായിരിക്കും. ആഹാ, അത് കൊള്ളാവല്ലോ. പുതിയ തരം ടൂൾസ് ഉപയോഗിക്കാനും ഡിജിറ്റൽ കാര്യങ്ങൾ, പിന്നെ സാമ്പത്തിക അറിവ്, ഇതൊക്കെ പഠിപ്പിക്കും. ഒരു NSQF സർട്ടിഫിക്കറ്റും കിട്ടും. ഇനി കൂടുതൽ പഠിക്കണമെന്നുള്ളവർക്ക് 15 ദിവസത്തെ അഡ്വാൻസ് ട്രെയിനിങ്ങുമുണ്ട്. അതിനും ഈ പറഞ്ഞ പോലെ സ്റ്റൈപ്പൻഡും മറ്റുമുണ്ട്. ഈ പരിശീലനമൊക്കെ കഴിഞ്ഞു, പക്ഷെ പുതിയ ടൂൾസ് വാങ്ങാൻ പൈസ വേണ്ടേ? അതിനെന്തെങ്കിലും? ഉണ്ട്. അതിനാണ് ടൂൾ കിറ്റ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ബേസിക് ട്രെയിനിങ് തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 15,000 രൂപ വില വരുന്ന മോഡേൺ ടൂൾസ് വാങ്ങാൻ ഒരു വൗച്ചർ കിട്ടും. 15,000 രൂപയ്ക്ക്? അത് വലിയ സഹായം തന്നെ. തീർച്ചയായും. ഇനിയിപ്പോ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനോ ഉള്ളത് കുറച്ചുകൂടി വലുതാക്കാനോ ഒക്കെ പണം ആവശ്യമായി വരുമല്ലോ. ലോൺ സൗകര്യം വല്ലതുമുണ്ടോ? അതിനാണ് ക്രെഡിറ്റ് സപ്പോർട്ട്. ഏറ്റവും പ്രധാനം ഇത് കൊളാറ്ററൽ ഫ്രീ ലോണാണ്. അതായത് ഈടൊന്നും വേണ്ട. ഓക്കെ. ബേസിക് ട്രെയിനിങ് കഴിഞ്ഞവർക്ക് ആദ്യത്തെ ഘട്ടത്തിൽ 1 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. 18 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. 1 ലക്ഷം. ഇനി അതിൽ കൂടുതൽ വേണമെങ്കിലോ? അതിനും വഴിയുണ്ട്. ഈ ആദ്യത്തെ ലോൺ കൃത്യമായി തിരിച്ചടച്ചവർക്കും, പിന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്നവർക്കും, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ട്രെയിനിങ് കഴിഞ്ഞവർക്കും, ഇവർക്ക് രണ്ടാം ഘട്ടമായിട്ട് 2 ലക്ഷം രൂപ വരെ കിട്ടും. 2 ലക്ഷം. അതിന് 30 മാസമാണ് തിരിച്ചടവ് കാലാവധി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പലിശ. ഗുണഭോക്താവ് വെറും 5% പലിശ കൊടുത്താൽ മതി. അപ്പൊ ബാക്കി 8% വരെ പലിശ ഗവൺമെന്റ് സബ്സിഡിയായിട്ട് ബാങ്കുകൾക്ക് കൊടുക്കും. ലോണിന് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫീസുമില്ല. CGTMSE വഴി ഗ്യാരണ്ടി കവറേജ് ഉണ്ട്. ഈ ഡിജിറ്റൽ ഇടപാടുകൾക്ക് പ്രോത്സാഹനം എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ്? അത് ഓരോ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുമ്പോഴും, അതായത് പൈസ വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും 1 രൂപ വെച്ച് ഇൻസെന്റീവ് കിട്ടും. ഓരോ ട്രാൻസാക്ഷനും? അതെ. മാസം 100 ട്രാൻസാക്ഷൻ വരെ ഇങ്ങനെ കിട്ടും. ആ പൈസ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും, DBT വഴി. ഇതൊരു ഡിജിറ്റൽ ഇക്കോണമിയുടെ ഭാഗമാക്കാൻ കൂടിയാണ്. നല്ല കാര്യം. ഇനി ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, വിൽക്കണ്ടേ? മാർക്കറ്റിംഗിന് എന്ത് സഹായമാ കിട്ടുക? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനും സഹായമുണ്ട്. ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കിട്ടാൻ സഹായിക്കും. ബ്രാൻഡിംഗ്, പരസ്യം, അതിനൊക്കെ സപ്പോർട്ടുണ്ടാവും. പിന്നെ ഈ ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ്, അതായത് GEM, അതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ONDC നെറ്റ്വർക്കിലുമൊക്കെ ഇവരുടെ സാധനങ്ങൾ എത്തിക്കാൻ സഹായിക്കും. പിന്നെ ട്രേഡ് ഫെയറുകളിൽ, വ്യാപാരമേളകളിലൊക്കെ പങ്കെടുക്കാനും അവസരം കിട്ടും. കൊള്ളാം. ഇത്രയധികം ആനുകൂല്യങ്ങളുണ്ട്. അപ്പോ ആർക്കൊക്കെയാണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുക? യോഗ്യത എന്തൊക്കെയാണ്?
പ്രധാനമായിട്ടും 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ 18 തൊഴിലുകളിൽ ഏതെങ്കിലും ഒന്നിൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളായിരിക്കണം. ശരി. പിന്നെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ PMEGP, സ്വനിധി, മുദ്ര ഇതുപോലത്തെ മറ്റ് സർക്കാർ ലോൺ സ്കീമിൽ നിന്നൊന്നും ലോൺ എടുത്തിട്ടുണ്ടാവരുത്. ഒരു കാര്യം, മുദ്രയോ സ്വനിധിയോ എടുത്ത് മുഴുവൻ തിരിച്ചടച്ചവർക്ക് അപേക്ഷിക്കാം. ഓക്കേ. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്കേ പറ്റൂ. കുടുംബമെന്ന് പറഞ്ഞാൽ ഭർത്താവ്, ഭാര്യ, കല്യാണം കഴിക്കാത്ത മക്കൾ. പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ അവരുടെ കുടുംബാംഗങ്ങളോ ഇതിന് അപേക്ഷിക്കാൻ പാടില്ല. ഇതിനെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? എവിടെ പോകണം? അത് വളരെ സിമ്പിളാണ്. അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ, നമ്മുടെ നാട്ടിലെ അക്ഷയ കേന്ദ്രങ്ങൾ പോലെയുള്ളവ. CSCകൾ. അതെ, അവിടെ പോയിട്ടോ അല്ലെങ്കിൽ PM വിശ്വകർമ്മ പോർട്ടൽ വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. ഫീസൊന്നുമില്ല, സൗജന്യമാണ്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, റേഷൻ കാർഡ്. റേഷൻ കാർഡ് ഇല്ലെങ്കിൽ വീട്ടിലെ എല്ലാവരുടെയും ആധാർ നമ്പർ കൊടുത്താൽ മതി. ശരി. രജിസ്ട്രേഷൻ ആധാർ ബയോമെട്രിക് ഒതന്റിക്കേഷൻ വഴിയാണ്. പിന്നൊരു 3 ഘട്ട വെരിഫിക്കേഷനും ഉണ്ട്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലത്തിൽ, പിന്നെ ജില്ലാ തലത്തിൽ, സ്റ്റേറ്റ് തലത്തിൽ. അത് കഴിഞ്ഞാണ് ഫൈനൽ അപ്രൂവൽ. ഈ വലിയ പദ്ധതിയുടെ നടത്തിപ്പ് എങ്ങനെയാണ്? ആരാണിതിന് പിന്നിൽ? ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. അതായത് ഫുൾ ഫണ്ടിംഗ് കേന്ദ്ര സർക്കാരാണ്. ഏകദേശം 13,000 കോടി രൂപയാണ് ആദ്യത്തെ 5 വർഷത്തേക്ക് 2027-28 വരെ ഇതിനായി നീക്കിവച്ചിരിക്കുന്നത്. 13,000 കോടി. അതെ. നോഡൽ മിനിസ്ട്രി വരുന്നത് മിനിസ്ട്രി ഓഫ് MSME ആണ്. അതായത് സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭ മന്ത്രാലയം. കൂടെ സ്കിൽ ഡെവലപ്മെന്റ് മിനിസ്ട്രിയും ഫിനാൻഷ്യൽ സർവീസസ് ഡിപ്പാർട്ട്മെന്റുമുണ്ട്. നാഷണൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് തലത്തിൽ ഇത് നടപ്പാക്കാൻ കമ്മിറ്റികളുണ്ട്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ പരമ്പരാഗത തൊഴിലാളികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ ഈ പദ്ധതി സഹായിക്കുമെന്ന് തന്നെ കരുതാമല്ലേ? അംഗീകാരം കിട്ടുന്നു, പുതിയ സ്കിൽസ് പഠിക്കാം, ടൂൾസ് കിട്ടും, ലോൺ കിട്ടും, മാർക്കറ്റ് കിട്ടും. അതെ, തീർച്ചയായും. ഇതിന്റെ വിജയം എത്ര നന്നായി ഇത് താഴെത്തട്ടിലെത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ ലക്ഷ്യം വളരെ നല്ലതാണ്. ആ പരമ്പരാഗത കഴിവും പുതിയ കാലത്തെ സാധ്യതകളും ഒരുമിപ്പിക്കുക. അവർക്കൊരു സാമ്പത്തികവും സാമൂഹികവുമായ ഉയർച്ച നൽകുക. തീർച്ചയായും. അവരുടെ ആ കഴിവിന് ഒരു പുതിയ കാലത്തിന്റെ അംഗീകാരം നൽകുക. ചിന്താവിഷയം ഇപ്പോ ഇത് കേൾക്കുന്ന നിങ്ങളൊരു കൈത്തൊഴിൽ ചെയ്യുന്നയാളാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ ഈ പദ്ധതിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ശരിയല്ലേ? ഒരു പക്ഷേ ആ പഴയ പാരമ്പര്യവും പുതിയ ടെക്നോളജിയും എങ്ങനെ ഒരുമിപ്പിക്കാം എന്നതിൻ്റെ ഒരു താക്കോൽ ഇതിലുണ്ടാകാം. അതെങ്ങനെ ഏറ്റവും ഭംഗിയായി ചെയ്യാം എന്നത്, അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്.